അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച തെറ്റായ സത്യവാങ്മൂലം കൊടുത്ത റിയാസിന് മന്ത്രി കസേരയിൽ തുടരാനുള്ള യോഗ്യത നഷ്ടമാവും. കടപേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കുത്തിപ്പട പന്തളത്തോട്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. എന്നാൽ ഇവിടെ ഭാര്യയെ കൈയൊഴിഞ്ഞ് മന്ത്രി കസേര നിലനിർത്താൻ റിയാസ് ശ്രമിക്കുമോ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പിണറായി വിജയൻ ഈ 5 വർഷം തികക്കില്ല എന്നും അവസാന 2 വർഷക്കാലമെങ്കിലും മുഖ്യമന്ത്രി കസേര തന്റെ കയ്യിൽ വരും എന്നും നല്ല സന്തോഷമായി. മരുമകൻ മന്ത്രിക്ക് വീണയിലൂടെ കിട്ടിയത് കനത്ത തിരിച്ചടി തന്നെയാണ്. അല്പം കൂടി വെള്ളം. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാളി. ലോകത്തിൽ തന്നെ ആദ്യമായി സ്ത്രീധനമായി മന്ത്രി കസേര കിട്ടിയ ഈ മഹാന് എന്താ ഉറക്കം വരുന്നു. ഭാര്യയുടെ കയ്യിലിരിപ്പ് മൂലം മന്ത്രിമന്ദിരത്തിന്റെ പടി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. വീണയെ വേണോ മന്ത്രി കസേര വേണോ എന്നൊരു ചോദ്യം വന്നാൽ റിയാസ് സ്വീകരിക്കുന്ന മറുപടി എന്തായിരിക്കും എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. ആദ്യ ഭാര്യയോട് ചെയ്ത ക്രൂരതയുടെ അളവ് ആലോചിച്ചാൽ തന്നെ റിയാസ് എന്ന മാടമ്പിയുടെ നിലവാരം അളക്കാവുന്നതേയുള്ളൂ. ആ സാഹചര്യത്തിൽ വീണയ്ക്കും ഗതി മറിച്ചാവാൻ തരമില്ല. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടാൻ പോണതല്ലേ, അപ്പൊ പിന്നെ അതതിന്റെ ഒരു ശീലം ആയിക്കോട്ടെ. അതേസമയം എക്സാലോജിക് വിഷയം CPM-ന് തിരിച്ചടിയായി മാറും എന്ന അവസ്ഥയിൽ എക്സാലോജിക്കിനെ ന്യായീകരിക്കുക എന്ന ദൗത്യം CPM ഏറ്റെടുത്തിരിക്കുകയാണ്. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. മുഖ്യമന്ത്രിക്കും മകൾക്കും കമ്പനി എക്സാലോജിക്കിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു രേഖയാണ് CPM തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത്. വേറെ ലെവലാടാ നീ. അപ്പൊ മുതലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം. കാണണമെന്നില്ല. എന്നാ മറ്റന്നാ അരട്ടെ ചാച്ചി.